അമ്മേ അത് നോക്കിയേ. അങ്ങോട്ട് പോട്ടെ. ആരാ അമ്മേ അവര്? മോളെ, ഈ ഉരുണ്ട ഭൂമിയെ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി വിൽക്കാൻ നോക്കണ പിശാചുക്കള്. ഒന്ന് ചവിട്ടി പിടിച്ച് നോക്ക്. മുറിക്ക്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിടിച്ചാ മതി. അച്ഛാ, നിങ്ങളിതെങ്ങോട്ടാ? ഞങ്ങൾക്ക് മതിയായി, പോവാം. ശരിയാ, കുറേ മഞ്ഞും മലയും വൃത്തികെട്ട പച്ചപ്പും ഇതൊക്കെ ആർക്കും മടുക്കാത്തത്. ഫോട്ടോയിൽ കാണാൻ കൊള്ളാം. ഒറ്റ മിനിറ്റ് ഇപ്പൊ വന്നേക്കാം. ഇന്ന് തന്നെ അങ്ങ് എത്തിയാലേ അലുവാ കഷ്ണം പോലത്തെ സ്ഥലം അങ്ങ് മുറിക്കാം. പാർട്ടിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. റെഡി ക്യാഷ് ആണെങ്കിൽ കാര്യം നടക്കും. നീ ആലോചിച്ചിട്ട് പറ. ഓ, എന്താടി ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? ഓ, ഇല്ലാത്ത സമയം ഉണ്ടാക്കി നിന്നെ മോളെ കൊണ്ട് ഇത്രയൊക്കെ കറങ്ങുന്നതും പോരാ, ഇനി നിന്റെയൊക്കെ തുറമുഖവും കാണണം. കുറച്ച് കഷ്ടമാണ് ഭാവന. സമയം ഉണ്ടാക്കി ടൂറിന് പോകുന്നത് ഞങ്ങളെ സന്തോഷിപ്പിക്കാനായിരുന്നില്ലല്ലോ, ആണോ? പിന്നല്ലാതെ. എന്തിനാ ഈ അഭിനയം മനോജെ? സ്ഥലക്കച്ചവടത്തിന് പോന്നപ്പോ ഭാര്യ മകളെ ഒപ്പം കൂട്ടി, അത്രയല്ലേ ഉള്ളൂ. എന്നിട്ട് അതിന് ഫാമിലി ട്രിപ്പ് എന്ന് പേരും. വണ്ടി ഓടിക്കുമ്പോഴെങ്കിലും ഇതിന് റെസ്റ്റ് കൊടുത്തൂടെ മനോജ്? എല്ലാരും ടൂറിന് പോകുന്നത് ഭാര്യയുടെയും മക്കളുടെയും കൂടെ സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയാ. ഇതിപ്പോ നാട്ടിലാവുമ്പോ എന്നും കോടതിയും കക്ഷികളും. 1-2 ദിവസം മാറി നിന്ന ഇങ്ങനെ. ഇനി ഈ പരിപാടിക്ക് ഞങ്ങളില്ല. എടീ, വക്കീൽ പണിക്കിടയിലും ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ആർക്ക് വേണ്ടിട്ടാ? നിങ്ങൾക്ക് വേണ്ടിട്ടല്ലേ? ആരാ നോക്കി? ഏതോ രാമേന്ദ്രൻ. ഇങ്ങോട്ട് മനോജ് വേണ്ട. മനോജ് നമ്മളിപ്പോ കണ്ട സ്ഥലത്തിന്റെ ആളാ. ഹലോ, രാമേന്ദ്രൻ ആണോ? വെരി ഗുഡ്. റെഡി ക്യാഷ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട. 5-10 താത്തിയാലും സംഗതി അങ്ങ് ഉറപ്പിച്ചോ. നാളെ വല്ല ഗാഡ്ഗിലോ കസ്തൂരി രംഗനോ ഒക്കെ വന്നേ ഉടക്ക് വെക്കുന്നതിന് മുമ്പ് സ്ഥലങ്ങ് തലേന്ന് ഊരി പോകുന്നതാ നല്ലത്. ഓക്കെ, നാളെ തന്നെ അഡ്വാൻസ് മേടിച്ചോ. മറ്റന്നാൾ നമുക്ക് ഓഫീസിൽ കാണാം. ഡൺ. ഓക്കെ, ബൈ. എടീ, വെറുതെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കച്ചവടം അത്. ഇതെങ്ങാനും ഉറപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ വരാൻ പോകുന്ന എത്രയാണെന്നറിയാമോ? കോടികൾ. ഞാൻ ഇതൊക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാലും നമ്മുടെ മോള് സേഫ് ആയിരിക്കണ്ടേ? അതിന് വേണ്ടിയിട്ടല്ലടി. ഹരിതാപത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ദീർഘകാലത്തെ സുസ്ഥിരമായ അഭിഭാഷക വൃത്തിയിൽ നിന്നും സ്വയം വിരമിച്ച് പ്രകൃതിയുടെ ഹരിതശോഭയിലേക്ക് നടന്നിറങ്ങിയ അഡ്വക്കേറ്റ് ശ്രീധരൻ നായരുടെ കൃഷിയിടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 30 കൊല്ലമാണ് ഞാൻ വക്കീൽ ജോലി ചെയ്തത്. ജീവിതത്തിന്റെ നല്ല കാലം മുഴുവനും കോടതി മുറികളിൽ സത്യം നുണയാക്കിയും നുണ സത്യമാക്കിയും ജീവിച്ച് എനിക്ക് മടുത്തു. ഫയലുകളെല്ലാം എൻ്റെ മകൻ മനോജിനെ ഏൽപ്പിച്ച് ഞാൻ ഈ മണ്ണിലേക്ക് തിരിഞ്ഞു. മണ്ണ് സത്യമുള്ളതാ. സ്നേഹിച്ച അത് 10 ഇരട്ടിയായിട്ട് തിരിച്ചു തരും. നമുക്കാണെങ്കിൽ കുറ്റബോധമില്ലാതെ ജീവിക്കുകയും ചെയ്യാം. അത് മനസ്സിലാക്കി വരാൻ ശ്രീധരേട്ടൻ കുറെ താമസിച്ചു. അതെ, ഇവരുടെ സഹായം എല്ലാ കാലത്തും എനിക്കുണ്ടായിരുന്നു. സത്യത്തിൽ എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് ഇവൾക്കാണ്. പറഞ്ഞോളൂ. ഞാൻ പറയാം. അതെ, ഞങ്ങൾ ആദ്യം ഇവിടെ വിത്ത് പാകി മുളപ്പിച്ചിരുന്നത് വലിയ മരങ്ങളാ. എടാ, നീ ഇങ്ങനെ അനങ്ങുമ്പോഴും മിണ്ടുമ്പോഴും ഇവിടെ വന്ന് പരാതി പറയുന്ന എന്തിനാ? ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അവിടെ തന്നെ സെറ്റിൽ ചെയ്തോളണം. അച്ഛനും അമ്മയ്ക്കുന്നല്ല, ആർക്കും അതിൽ വിധി പറയാൻ അധികാരമില്ല. നിന്റെ അമ്മയുമായിട്ട് ഞാൻ ചില്ലറ വഴക്കാണോ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇപ്പോഴും 1 മാസം ഇണങ്ങിക്കഴിഞ്ഞാൽ വെറുതെ ഇലയിൽ ചവിട്ടി വഴക്കുണ്ടാക്കി അവളുടെ അച്ഛനെ 4 ചീത്ത പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഓർക്കം വരില്ല. വായിക്കകത്ത് വല്ലാത്തൊരു തരിപ്പ. അയ്യടാ, പറമ്പിൽ നല്ല 1 തരം കാട്ടിയേമ്പ് നിപ്പുണ്ട്. പറിച്ച് വയലിട്ടങ്ങ് ചവച്ചാൽ മതി. എന്റെ അച്ഛനെ തെറി പറയുന്നതിനേക്കാളും സുഖം കിട്ടും. പോയാ അവർക്ക് നമ്മൾ പറയുന്നൊന്നും കേൾക്കാൻ സമയമില്ലെന്നേ. കണ്ണി കണ്ട കാട്ടിയേമ്പിന്റെ കപ്പയുടെ ഒക്കെ പടം എടുത്ത് വെച്ചു അവരങ്ങ് പോയി. നീ ഒരു കാര്യം ചെയ്യ്, കുറച്ചു കാലം ഇവന്റെ കൂടെ ഇവന്റെ ഫ്ലാറ്റിൽ പോയി താമസിക്കേ. പോകുമ്പോ നീ നേരത്തെ പറഞ്ഞില്ലേ ചേമ്പ്, അതും കുറച്ച് കൊണ്ടുപോക്കോളൂ. എന്തിന്? ഒരു ജോലിക്കും പോകാതെ അതിനകത്ത് തനിയെ ഇരിക്കുന്നത് കൊണ്ടാ ആ കുട്ടി ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കുന്നത്. നീ ആവുമ്പോ അതിന് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞ് നേരവും പോകും. എനിക്കാണെ കുറച്ചു കാലം മനസമാധാനത്തോടു കൂടി ആ ചേമ്പ് നിന്ന് ജീവിക്കാം. പക്ഷെ എന്റെ മനസമാധാനം അതോടെ തീരും. കാര്യം എന്റെ മരുമോളാന്ന് പറഞ്ഞിട്ടായില്ല മോനെ. കഴിഞ്ഞ വർഷം 1 മാസം ഞാൻ അവിടെ വന്ന് നിന്നതിന്റെ സുഖം ഇപ്പോഴും അനുഭവിച്ചു തീർന്നിട്ടില്ല. ചിലപ്പോ ആ കുട്ടിയുടെ മട്ടും മാതിരിയൊക്കെ കണ്ട നമ്മളേതാണ്ട് ചെയ്തിട്ട് അമ്മൂട്ടിക്ക് അപകടം വന്നെന്ന് തോന്നും.
വിചാരിക്കാത്തൊക്കെ കേൾക്കാൻ ഞാനില്ലേ? അമ്മ പറഞ്ഞത് ശരിയാ അല്ലേ അച്ഛാ? മോളുടെ മരണത്തിന് ഒരു കണക്കിന് ഞാൻ തന്നെയല്ലേ കാരണം. എന്റെ അശ്രദ്ധ. ഒക്കെ ശരിയാവൂട. 1.5 വർഷമല്ലേ ആയുള്ളൂ. കുറച്ചുകൂടെ കഴിയട്ടെ. അവൾക്ക് അതിനോട് പൊരുത്തപ്പെടാനുള്ള സമയം കൊടുക്കുക. പിന്നെ നിങ്ങൾ തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതിനൊറ്റ പോംവഴിയുള്ളൂ. ഒരു കുഞ്ഞ്. അടുത്ത കുഞ്ഞ് ജനിക്കുന്നതോടെ ഇതിനെല്ലാം മാറ്റം വരും. അതിനുള്ള വഴി നോക്കുക. അതിപ്പോ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയെ കൂടുന്ന കാര്യമല്ലല്ലോ. മോള് പോയ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരു ഫ്ലാറ്റിലാ താമസന്നേ ഉള്ളൂ. മനസ്സും ശരീരവും ഒക്കെ 2 ലോകത്താച്ചാ. ഇതിലും നല്ലൊരു ബന്ധം ഇനി നിനക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് അച്ഛൻ തന്നെയല്ലേ അവളെന്റെ തലയെ കെട്ടി വെച്ചത്. അച്ഛനും അമ്മയും ഇല്ലാതെ ഒറ്റയ്ക്ക് വളർന്ന ഒരു കുട്ടി. അതുകൊണ്ട് തന്നെ മുത്തച്ഛൻ ഇത്തിരി കൂടുതൽ ലാളിച്ചിട്ടുണ്ടാവും. എടാ, ടൗൺ ഹാളിൽ അഴിക്കോട് മാഷും അക്കാദമി ഹാളിൽ KPK മേനനും പ്രസംഗിക്കുന്നു എന്ന് കേട്ടാൽ മേനോ സാറിന്റെ പ്രസംഗം കേൾക്കാനേ ഞാൻ പോവായിരുന്നുള്ളൂ. അത്രയ്ക്കും വലിയ വാഗ്മിയാ. എന്റെ മരുമോള് KPK മേനോന്റെ കൊച്ചുമോളാന്ന് പറയുന്നത് എനിക്ക് അഭിമാനം തന്നെയാ. ഒവ്വ അതുകൊണ്ടാണല്ലോ അങ്ങേര് മരിച്ചപ്പോ ചേതലരിച്ചതും പാറ്റ തിന്നതുമായിട്ടുള്ള അങ്ങേരുടെ പുസ്തകക്കെട്ടുകൾ മുഴുവൻ എന്റെ വീട്ടിലേക്ക് കെട്ടിയെടുത്തത്. അവളുടെ മുറിക്കകത്തേക്ക് കയറുന്നതേ ഒരുമാതിരി ബ്രിട്ടീഷ് ലൈബ്രറിക്കകത്ത് കയറുന്ന പോലെയാ. അതൊരു നല്ല കാര്യല്ലേ മനോജ്? 4 അക്ഷരം വായിക്കണ ഒരാളെ ഭാര്യയായിട്ട് കിട്ടിയതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? അത് പോട്ടെ, ഓടിപ്പടഞ്ഞ് എത്താൻ മാത്രം ഇപ്പോഴത്തെ പുതിയ പ്രശ്നം എന്താ? ഹലോ പ്രിയ, നീ ഇതെവിടെയായിരുന്നു? വൈകിട്ട് 6 മണി മുതൽ നിനക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്യാം. എടാ, എന്നെ ഒന്ന് വിളിക്കാനുള്ള സമയം പോലും നിനക്കില്ലേ? എടാ, ചെയ്യാനുള്ള ജോലികൾ ചെയ്ത് തീർത്തിട്ട് ഷാപ്പിലോ ബാറിലോ എവിടെയാന്ന് വെച്ചാൽ പൊയ്ക്കോ. ഹലോ, അല്ലെങ്കിൽ പിന്നെ എൻ്റെ ജൂനിയറാന്ന് പറഞ്ഞ് എൻ്റെ ഓഫീസിലേക്ക് വരണ്ട. കേൾക്കുന്നില്ലേ? ശരി, ഞാൻ പുറത്തു വരാം. ഇവിടെ റേഞ്ച് കുറവാ. ഹലോ പ്രിയ, കേൾക്കുന്നുണ്ടോ? പിന്നെ രാജേശ്വരി എൻ്റെ കോമ്പൻസേഷൻ്റെ കേസ്, ആ ഫയൽസ് ഒക്കെ റെഡിയാക്കി വെക്കണം. നാളെ അപ്പിയർ ചെയ്യേണ്ടി വരും. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. ആ പ്രിയന ഒരു ജോലി ഏൽപ്പിച്ചാലും മര്യാദയ്ക്ക് ചെയ്യില്ലെന്ന്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ വെള്ളം അടിക്കുന്നല്ലാതെ വേറെ ഒരു ചിന്തയില്ല. പറഞ്ഞ് മടുത്തു. നിനക്കിതുവരെ ഉറങ്ങാറായില്ലേ? എങ്കിൽ കുറെ കൂടെ എളുപ്പമായിരുന്നു അല്ലേ? ഈ രീതിയിലെങ്ങാനും നിന്റെ അമ്മ എന്നോട് പെരുമാറിയെങ്കിൽ അടിച്ച് അവളുടെ 2 പല്ല് ഞാൻ താഴെ. പെണ്ണുങ്ങളെ തല്ലുന്ന അത്ര വലിയ ആണത്തൊന്നുമില്ല. അതെ, ഞാനിപ്പോ എന്താ വേണ്ടത്? ഈ കേസ് എങ്ങനെയാ ഹാൻഡിൽ ചെയ്യേണ്ടത്? നീ ഏതായാലും ഇപ്പൊ ചെല്ല്. നാളെ ഞാൻ അങ്ങോട്ട് വരാം. അവളുടെ വേർഷം കൂടി ഒന്ന് കേൾക്കണല്ലോ. എന്തിന്? വാദിഭാഗം മാത്രം കേട്ടിട്ടൊരു തീരുമാനത്തിലെത്താൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ വേണ്ട, ഒരു 5 മിനിറ്റ് നിൽക്ക്, ഞാൻ കൂടി വരാം. വിവാഹമെന്ന സ്ഥാപനത്തെ ഞാൻ കഠിനമായി വെറുക്കുന്നു. അതൊരു വലിയ വിഡ്ഢിത്തമാണെന്നാണ് എൻ്റെ ജീവിതവും അനുഭവവും എന്നെ പഠിപ്പിച്ചത്. കോടതി മുറിയിലെ അശ്ലീലം നിറഞ്ഞ നടപടിക്രമങ്ങളിലേക്ക് മാത്രം മനുഷ്യരെ എത്തിക്കുന്ന ഒരു ഉടമ്പടിയാണ് വിവാഹം. ഇതെന്താ ഒരു പതിവില്ലാതെ? ഒന്ന് ഫോൺ വിളിച്ച് പറയാമായിരുന്നില്ലേ മനോജ്? ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേനെ. അച്ഛ വരൂ. എന്താ അമ്മയെ കൂട്ടാഞ്ഞത്? അവൾക്ക് അവളെ ശ്വാസം ഇടാൻ നേരമില്ല. ഇവൻ വന്നപ്പോ ഞാൻ വെറുതെ കൂടെ പോന്നു മാത്രമേ ഉള്ളൂ. അമ്മയെ കണ്ടിട്ട് കുറെ നാളായി. മനോജ് പോകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും വന്നേനെ. അച്ഛൻ ഇരിക്കും, ഞാൻ ചായ എടുക്കാം. മനോജ് പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിട്ട് വാ. അത് ശരിയാ, എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. നീ പോയി വാങ്ങിട്ട് വാ. അല്ല, ഞാനിവിടെ ഇല്ലെങ്കിൽ അവള്. എന്നാ നീ ഇവിടെ ഇരിക്ക്, ഞാൻ പോയി. മോളെ,
ഇന്ന് നമ്മുടെ നഴ്സറി ഷൂട്ട് ചെയ്യാൻ സിറ്റി ചാനലുകാർ വന്നിരുന്നു. അവർക്ക് എൻ്റെയും രമണിയുടെയും ഇൻ്റർവ്യൂ വേണം. പക്ഷേ ഞാൻ എന്തെങ്കിലും പറയാൻ അവൾ സമ്മതിക്കണ്ടേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ അപ്പം അവളെ ഇടങ്കോലിടും. അവൾ ഉത്സാഹം കൊണ്ട് ഓരോന്ന് പറയണതാ. പക്ഷേ കേൾക്കണവർ വിചാരിക്കും അവരുടെ അച്ഛൻ്റെ നഴ്സറി ഞാൻ കൈയടക്കിയതാണെന്ന്. എന്നാൽ സത്യം അതല്ലല്ലോ. 1 വർഷം അത് പൂട്ടിക്കിടന്നതിന് ശേഷമാണ് അച്ഛൻ അത് ഏറ്റെടുത്തതെന്ന് ചാനലുകാരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അച്ഛൻ അത് മിണ്ടിയില്ല. കാരണം എന്താ? പരസ്പര വിരുദ്ധമായാണ് ഇവർ സംസാരിക്കുന്നതെന്ന് പ്രോഗ്രാം കാണുന്നവർക്ക് മനസ്സിലാവാൻ പാടില്ല. ഇപ്പൊ തന്നെ എൻ്റെയും രമണിയുടെയും ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ഞങ്ങളുടെ ഇടയിൽ തന്നെ തീരണം. അത് മറ്റൊരാളെ അറിയിക്കേണ്ട കാര്യമില്ല. അതല്ലേ അതിൻ്റെ ഒരു ശരി. എന്താ മോളുടെ അഭിപ്രായം? മനോജ് അച്ഛൻ്റെ അടുത്തേക്ക് പരാതിയുമായി വന്നു അല്ലേ? ഏയ്, പരാതിയൊന്നുമില്ല. അവൻ്റെ ഒരു വിഷമം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മോളുടെ വേർഷം കൂടി കേൾക്കാതെ ഞാൻ നീ പറയുന്നത് വിശ്വസിക്കില്ല എന്ന്. മോള് പറ, അന്ന് എന്താ ഉണ്ടായേ? ആ ഫോൺ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കാൻ മാത്രം എന്താ സംഭവിച്ചത്? പ്രിയ, എന്താടത്? വൈകിട്ട് 6 മണി മുതൽ തന്നെ ഞാൻ ട്രൈ ചെയ്യുന്നത്. എന്നെ ഒന്ന് വിളിക്കാനുള്ള സമയം പോലും തനിക്ക് ഇല്ലാന്ന് പറഞ്ഞ അതേ, സാധാരണ ഓഫീസ് ടൈം കഴിഞ്ഞാൽ ഏതെങ്കിലും ക്ലബ്ബിൽ പോരുന്ന 2 എണ്ണം അടിച്ചിരിക്കേണ്ട ഞാൻ ഇന്ന് 2 മണിക്കൂറാണ് ആ ഷോപ്പിംഗ് മോളിൻ്റെ വാതിൽക്ക് നിന്ന് കാല് കഴിച്ച്. അവൾ അപ്പുറത്തെ മുറിയിലുണ്ട്. ഞാൻ ബാൽക്കണിയിലേക്ക് വരാം. 1 മിനിറ്റ് ഹോൾഡ് ചെയ്യണേ. രാവിലെ ഞാൻ കോടതിയിലേക്കാണെന്നും പറഞ്ഞിറങ്ങും. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് മാറിയിരിക്കാന്ന്. വൈഫ് ഒന്നും അറിയാൻ പോകുന്നില്ലെന്ന് അവൾ വല്ല പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഞാനും സീരിയസ് ആയിട്ട് അത് തന്നെ ആലോചിക്കുന്നത്. ഡിവേഴ്സും കഴിഞ്ഞ് കോമ്പൻസേഷൻ കൊടുത്ത് ഒഴിവാക്കിയ പിന്നെ ഈ പാട്ടും പതിങ്ങളും വിളി വേണ്ടല്ലോ. അപ്പോൾ നാളെ നേരിട്ട് കാണാം. ഓക്കെ ഓക്കെ ഡിയർ, ബൈ. ടേക്ക് കെയർ. ഉമ്മ. ബൈ. ഗുഡ് നൈറ്റ്. ആ പ്രിയന ഒരു ജോലി ഏൽപ്പിച്ചാലും മര്യാദയ്ക്ക് ചെയ്യില്ലെന്ന്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ വെള്ളം അടിക്കുന്നല്ലാതെ വേറെ ഒരു ചിന്തയില്ല. പറഞ്ഞ് മടുത്തു. നിനക്കിതുവരെ ഉറങ്ങാറായില്ലേ? എങ്കിൽ കുറെ കൂടെ എളുപ്പമായിരുന്നു അല്ലേ?